ചേട്ടാ തേങ്കുറിശി പോകാമോ? ഒരു മിനിറ്റ് ശരി പോവാം. ഒരു മിനിറ്റ്. ഇതെന്താ കേട്ടോ പരിപാടി? ഇപ്പൊ 2 സ്ഥലത്തായല്ലോ. ഇത് വന്നിട്ട് ഞാൻ നട്ട് വളർത്തിയ തണൽ മരമാണ്. ഉങ്ങുമരം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് വെച്ചിട്ട് 6 വർഷമായി. അപ്പോൾ ഈ റോഡ് സൈഡ് മുഴുവനും എൻ്റെ മരങ്ങളാണ്. 23 വർഷം കഴിഞ്ഞു ഈ റോഡോരങ്ങളിൽ ബസ് സ്റ്റോപ്പുകളിൽ തണൽ മരങ്ങൾ നട്ടു വളർത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ പാലക്കാട് പറയുമ്പോൾ 38 ഡിഗ്രി ചൂടാണ്. ഇനി 42ലേക്ക് ക്രമേണ ഉയർന്നുകൊണ്ടിരിക്കും. ഈ റോഡ് സൈഡ് കാണുന്ന എല്ലാ മരങ്ങളുടെ താഴെ, ഏകദേശമുള്ള മരങ്ങളുടെ താഴെ മുഴുവനും വഴി യാത്രക്കാർ, കാറിലും ബൈക്കിലും വരുന്ന ആൾക്കാർ ഈ തണൽ കണ്ടാൽ അവിടെ നിർത്തി കുറേ നേരം വിശ്രമിച്ച് അതിന് ശേഷമേ യാത്ര തുടരാറുള്ളൂ. അത് സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. ഇപ്പം എന്താ മരത്തിന് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴിക്കണം, കുപ്പിയിൽ വെള്ളം ഒഴിക്കണം? ഈ മരങ്ങളിൽ ആരും വെട്ടാൻ പാടില്ല. ഇത് നാട്ടിൻ പ്രദേശമാണ്. അപ്പോൾ ആരും അറിയാതെ വെട്ടിയിട്ട് വിറകിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ പോരാത്തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബോട്ടിൽ വെള്ളം വയ്ക്കുന്നത് പറഞ്ഞാൽ അതിന് വേനൽക്കാലത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ മരത്തിൻ്റെ സേഫ്റ്റിക്കാണ്, ആരും വെട്ടിക്കൊണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. മരത്തിന് വെള്ളം കിട്ടുമോ? അതെ, അപ്പോൾ ആ താഴേക്ക് മാത്രം തുള്ളി തുള്ളിയായിട്ട് മെല്ലെ അവിടെ അടിയിൽ ഡ്രോപ്പ്. അതെ, താഴെ മുട്ടു സൂചിയുടെ ഡ്രോപ്പ് ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈ മുട്ടു സൂചിയുടെ താഴെ ഡ്രോപ്പ് ഇട്ടിട്ടാണ് എല്ലാ മരങ്ങളിലേക്കും ചെയ്യുന്നത്. എൻ്റെ തനതായിട്ടുള്ളൊരു പരീക്ഷണമാണ് ഈ എല്ലാ മരങ്ങളിലും. എപ്പോഴും യാത്രക്കാരുള്ളപ്പോഴാണോ വെള്ളം ഒഴിക്കുക? അല്ല, യാത്രക്കാരുള്ളപ്പോൾ അല്ല, യാത്രക്കാർ ഇറക്കി തിരികെ വരുന്ന സമയത്താണ് ഇത് ചെയ്യാറുള്ളത്. ഇന്ന് പതിവ് തെറ്റിച്ചു? അതെ അതെ, പതിവ് തെറ്റിച്ചാണ്. നേട്ടാ നമുക്കെന്നാ പോയാലോ? ശരി. ചേട്ടനപ്പോൾ ഇപ്പോൾ എത്ര നാളെ ഇങ്ങനെ മരം വെച്ച് തുടങ്ങിയിട്ട്? 23 വർഷം കഴിഞ്ഞു മരങ്ങൾ നട്ടു വളർത്തി സംരക്ഷിച്ച് വരുന്നത്. എന്തെങ്കിലും കാരണമുണ്ടോ? കാരണങ്ങൾ പറഞ്ഞാൽ ഞാൻ നല്ലൊരു വായനക്കാരനാണ്. അതായത് 2500 വർഷങ്ങൾക്ക് മുന്നേ ശാർഗധര മുനി എഴുതിയ വൃക്ഷായുർവേദം എന്ന ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതിൽ 4 വരി. അതിലാണ് ദശകൂപ സമഭാവി, ദശഭാവി സമൂഹൃത, ദശകൃത സമപുത്രോ, ദശപുത്രോ സമോത്രോ. അതായത് സംസ്കൃതം. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ 10 കിണറിന് തുല്യമാണ് ഒരു കുളം, 10 കുളത്തിന് തുല്യം ഒരു തടാകം, 10 തടാകത്തിന് തുല്യം ഒരു പുത്രൻ, 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരം. അപ്പോൾ അത് വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ മരങ്ങൾ നട്ടു വളർത്താനുള്ളൊരു ഇതിലേക്ക്. മഴക്കാലത്താണോ മരങ്ങൾ വയ്ക്കല്? അതെ, മഴക്കാലത്ത് ജൂൺ മാസം മഴ തുടങ്ങിയാൽ ഈ എൻ്റെ ഓട്ടോൻ്റെ ഈ സീറ്റിൻ്റെ അടിയിൽ എപ്പോഴും ഒരു 10-20 ഉങ്ങും തൈകളുണ്ടാവും. അപ്പോൾ ഞാൻ നട്ടു വളർത്തിയ മരങ്ങളുടെ താഴെ തന്നെ ഈ വിത്ത് കൊണ്ട് മുളച്ചിട്ടുണ്ടാവും. അതിന്ന് കളക്ട് ചെയ്യും. 10-20 മനസ്സ് ഈ സീറ്റിൻ്റെ അടിയിൽ വയ്ക്കും. ഇപ്പോൾ ഓട്ടം പോയി തിരികെ വരുന്ന സമയത്ത് മരങ്ങളില്ലാത്ത തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടാൽ അവിടെ കമ്പിപ്പാരയുണ്ട്, വണ്ടിയിൽ കമ്പിപ്പാരയുണ്ട്, കടപ്പാര എല്ലാ സാധനമുണ്ട്, ചെടിയുണ്ട്. അപ്പോൾ അത് വെച്ച് സെപ്റ്റംബർ മാസം വരെ മഴ കഴിയുന്നവരെ ഈ ചെടികൾ വെച്ച് പോവുകയാണ്. അതിന് ശേഷം നമ്മുടെ ഈ ഒക്ടോബർ മാസമായാലും പിന്നെ നമ്മുടെ ചൂടായി പാലക്കാട്. യാത്രക്കാരൊക്കെ എന്താ പറയാറ്? യാത്രക്കാർക്ക് വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടല്ലോ ഈ നമ്മുടെ നാട്ടിൽ, നമ്മൾക്കതിൽ കഴിയുന്നില്ല, നിങ്ങളെങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആത്മീയ ജനങ്ങൾക്കുണ്ട്. ശരിയേട്ടാ, തേങ്കുറിശി എത്തിയില്ലേ? ഞാൻ അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.